അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ഹോളിഡേ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്, ഒരു സ്റ്റഡി റൊട്ടീനൊക്കെ കൊണ്ടിട്ടാണ്. അപ്പോൾ ഇന്ന് വീക്കെൻഡ് അല്ല, ബട്ട് നല്ല റെഡ് അലേർട്ട് കാരണം നമുക്ക് ഇവിടെ ലീവ് തന്നിട്ടുണ്ട്. ബട്ട് നല്ലോണം സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ മഴയൊന്നും കാണാനില്ല, ബട്ട് ഞങ്ങളുടെ ഏരിയയിൽ. ബട്ട് ഒരുപാട് സ്ഥലത്ത് നല്ല മഴയും നല്ല പ്രശ്നങ്ങളും ആയിട്ടുണ്ട് ഇട്ടൊപ്പം തന്നെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് സ്കൂളില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇന്നത്തെ ദിവസം ആണ് ഞാൻ കുറച്ച് പോർഷൻസ് തീർക്കാനൊക്കെ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ബാക്ക്ലോഗ്സ് ഒക്കെ കുറേ വന്നിട്ടുണ്ട് ഇപ്പം തന്നെ, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകണം എന്നുണ്ട്. പിന്നെ നമ്മളോട് സുവോളജീൻ്റെ മിസ്സ് ഇത് പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുവോളജി ചാപ്റ്റർ 1 ഫുള്ളായിട്ട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിക്കാനുണ്ട്. പിന്നെ എനിക്ക് നെക്സ്റ്റ് മൺഡേ എക്സാം വരുന്ന മാത്സ് ആണ്. ഇപ്പം തന്നെ സ്കൂളിൽ 4-5 ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞ് 4 ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞാണ്. അപ്പോൾ അത് എത്രത്തോളം മൺഡേ എക്സാമിന് വരുമെന്ന് അറിയില്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളത് ഫസ്റ്റത്തെ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് പഠിച്ചപ്പോഴേ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യണം. എന്നാൽ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മഴക്കാലമായാൽ എന്തൊരു ഭംഗിയാലേ ഈ ചുറ്റുള്ള മരങ്ങളൊക്കെ കാണാനായിട്ട്. മഴ ആയാലും സമ്മർ ആയാലും വെള്ളം കുടിക്കൽ മസ്റ്റാണ്. ഇനി നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്, ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ, ഒരു റിയൽ ആയിട്ടുള്ള ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വെറുതെ കുറേ കാര്യങ്ങൾ നമുക്ക് അന്നത്തെ ദിവസം ചെയ്ത് തീർക്കാൻ പറ്റൂല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ കുറേ എഴുതിയിട്ട് അതിൽ പകുതി മാത്രം ചെയ്യുന്നതിനേക്കാളും ബെറ്ററാണ് നമ്മൾ ഫുൾ, അതായത് നമുക്ക് ആ ദിവസം ചെയ്യേണ്ട ഫുൾ നമ്മൾ ചെയ്തെന്ന് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എനിക്ക് എന്തൊക്കെ ഒരു ദിവസം ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ ടു ഡു ലിസ്റ്റ് ചെയ്യാറുള്ളൂ. ഒരു റിയൽ ടു ഡു ലിസ്റ്റാണ് നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതിയിട്ട് നമുക്ക് പറ്റാത്ത ഇമാജിനറി കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് ട്രാക്കിംഗ് ഉണ്ടാവും നമ്മളെ കൈമേൽ. അപ്പോൾ നമ്മൾ വെറുതെ നമ്മളെ മൈൻഡ് ഡൈവേർട്ടായിട്ട് പോകൂല. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നൈസ് പത്തീരിയും പിന്നെ എഗ് ഫ്രൈ ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയും കണ്ടും കോഫി അടിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് കാണണോ. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴത്തേന്, ഇപ്പോൾ ടൈം എത്ര, 10:45 ആയപ്പോഴത്തേന് നമ്മളെ ഇതുവരെയുള്ള കാര്യങ്ങൾ ടു ഡു ലിസ്റ്റ് അടക്കം എന്തൊക്കെ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി നമുക്ക് നേരെ പഠിക്കാതിരിക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചാൽ, ഞാൻ അതിൽ ഫസ്റ്റ് എഴുതിയ സാധനം തന്നെ നമ്മൾ ഹിന്ദിയിൽ കുറച്ച് കോൺവെർസേഷനിൽ കുറച്ച് എക്സ്ചേഞ്ചസ് ചെയ്താൽ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് കൊണ്ടല്ലേ, നേരെ നമുക്ക് പഠിക്കാതിരിക്കാം. ഈ ഒരു വർക്ക് വരുന്നത് ബേട്ടി കെ നാം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഓക്ക് ആ കത്ത് കിട്ടി, ഓളച്ഛൻ അയക്കുന്ന ജവാബി പത്രം കിട്ടിയതിന് ശേഷം ഓള് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഓളെ ഫ്രണ്ടായിട്ടുള്ള കോൺവെർസേഷനാണ്. മിസ് അതിൽ അമ്മക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പേര്, അതായത് ഫ്രണ്ടിന് ഒരു പേര് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പേര് തന്നെ കൊടുത്ത്. അതിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമാവും. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ ഫസ്റ്റത്തെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കെമിസ്ട്രി ഹോംവർക്ക് ചെയ്യാം. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ രണ്ടാമത്തെ വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു സ്നാക്സ് ബ്രേക്ക് എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് നേരം പെയിൻറ്റ് ചെയ്യാനിരുന്നു. കുറച്ച് ദിവസം മുമ്പ് യൂട്യൂബിൽ ഞാൻ ഇതുപോലെ ഒരു ഇമേജ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണിത് ചെയ്ത് നോക്കുന്നത്. പക്ഷെ എനിക്ക് അത്ര നല്ല ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ചോറിന് സോയാബീൻ പൊരിക്കാൻ വന്നപ്പോൾ ഈ ഇരിക്കുന്ന ആളെ കണ്ടിട്ടുണ്ടേനു. ഇതിനേക്കാളും ചെറിയ വേറെ 2 എണ്ണം ഉണ്ടേനു കേട്ടോ. പിന്നെ ഇന്ന് ലഞ്ചിന് ചോറും മുരിങ്ങൻ്റെ ഇലൻ്റെ കറിയും പിന്നെ സോയാബീനും അച്ചാറും ഒക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ലോണ്ട്രി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ലോണ്ട്രി കഴിഞ്ഞതിന് ശേഷം കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുളിക്കലും മാറ്റലും ആ വക എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യാനുള്ള അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് വീണ്ടും പഠിക്കാനിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം ഞാൻ പഠിക്കാൻ പോകുന്നത് സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ നമുക്ക് നേരെ പഠിക്കാതിരിക്കാം.
ഇത് പണ്ട് 10th ട്യൂഷന് സൈലത്തിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്നൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടേന മെറ്റീരിയലാണ് കേട്ടോ. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അത് സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടേനു. ഇപ്പോഴാണ് അതിൻ്റെ ആവശ്യം ഉണ്ടാവുന്നത്. ഇത് സുവോളജി പഠിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങാൻ പോയി. നല്ല മഴയായിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേന്. അപ്പം പിന്നെ മൂടി പൊതിച്ച് ഫാൻ ഹൈ സ്പീഡിലിട്ട് കിടന്നുറങ്ങൊരു സുഖമല്ലേ. അങ്ങനെ നമ്മളെ 3rd ടാസ്കും ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാത്സ് പഠിക്കാനിരിക്കുക. അപ്പം ഞാൻ മാത്സ് ഫസ്റ്റ് പഠിക്കുന്നത് മെട്രിക്സ് ആണ്. മെട്രിക്സ് എനിക്ക് അത്യാവശ്യം അറിയണ ചാപ്റ്റർ ആയതുകൊണ്ട് എനിക്ക് ക്ലാസ് കേൾക്കേണ്ട ആവശ്യമില്ലേനു. പക്ഷേ എനിക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡൗട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ക്ലാസ് കേട്ടിട്ടാട്ടോ പഠിച്ചത്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ ഉള്ളതേ പറ്റിയിട്ടുള്ളേനു. അങ്ങനെ നമ്മുടെ 3rd ടാസ്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഡിന്നറിന് സ്പെഷ്യലായിരുന്നു കേട്ടോ. ബാവുബണ്ണാണ് ഉണ്ടായിട്ടുണ്ടേനെ. ഇവിടെ ലാസ്റ്റായിട്ടും 5th ആയിട്ടും ഉള്ള ടാസ്കും കൂടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.